ഹലോ, അപ്പോൾ എങ്ങനെയാണ് സെക്കൻഡ് പാർട്ട് തുടങ്ങല്ലേ? ഫസ്റ്റ് പാർട്ട് കണ്ട അതിൽ ഓരോ മിസ്റ്റേക്കും ചൂണ്ടിക്കാണിച്ച് തന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അതിൽ ഓരോന്നും നമ്മൾ മാറ്റി അത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്കിനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഇവിടെ അറൈവല് ഇവിടെയാണ് നമ്മുടെ ഡിപ്പാർച്ചർ കൗണ്ടേഴ്സിന്റെ മറ്റേ കൗണ്ടേഴ്സ് ഒക്കെ കണ്ടോ. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡിപ്പാർച്ചർ. നല്ലതല്ലേ? ഒരേ സൈഡിൽ തന്നെ രണ്ടെണ്ണം. ഇനി പോരാത്തതിന് കുറേ SBD-കളുണ്ട്. SBD എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ബാഗേജ് ഡ്രോപ്പുകളും സെൽഫ് സർവീസുകളും കുറേ കിയോസ്കുകൾ ഉണ്ട് കണ്ടോ. നമ്മുടെ അവിടെ എന്തായിരുന്നു നമ്മുടെ അവിടുത്തെ ട്രെയിനിന്റെ പേര്? DB. ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ജർമ്മനിയില് DB-യും ഡെൻമാർക്കില് DSB. വല്ലതറിയോ? ഒന്നും അറിയില്ല. വെരി പുവർ. മെട്രോ ഉണ്ട്, ഹോട്ടലുണ്ട് ഇവിടെ കേട്ടാ, പിന്നെ കാർ ഷെയറിംഗ് ഉണ്ട്, കാർ റെന്റൽ ഉണ്ട്. ഇവിടെ ട്രാക്ക് 2 ഉണ്ട്, അവിടെ ട്രാക്ക് 1 ഉണ്ട്. അതെന്താ ട്രാക്ക് 1 2 എന്താ വ്യത്യാസം? സ്വീഡനിലേക്ക് പോവാൻ. ട്രാക്ക് 2 ഡെൻമാർക്ക് കോപ്പൻഹാഗൻ പോവാം. എവിടെ? അങ്ങനെ നമ്മൾ ട്രാക്ക് 2-ലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഗുഹയുടെ ഉള്ളിലേക്ക് പോണ പോലെ ഉണ്ടല്ലേ. ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള എസ്കലേറ്റർ അല്ല, വോക്കലേറ്റർ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് ആൾക്കാർ മെയിനായിട്ടും സിറ്റി സെൻറ്റർ ഭാഗത്തേക്ക് പോകാനായിട്ടാണ് ഈ ട്രെയിൻ എടുക്കുന്നത്. അത് മാത്രമല്ലാതെ വേറെ കണക്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി സെൻറ്ററിലേക്ക് തന്നെയാണ്. അതായത് നമ്മുടെ ഹോട്ടൽ അവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ നിന്നാണ് മെയിൻ കണക്ഷൻസുകളും പലതും അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ മെയിനായിട്ട് 2 ട്രാക്കുകളാണുള്ളത്. ഒന്ന് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് സിറ്റി സെൻറ്ററിലേക്ക് പോകാനും, പിന്നെ അതുപോലെ തന്നെ സിറ്റി സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ പല ഭാഗത്തുനിന്ന് ഈ എയർപോർട്ടിലേക്ക് പല കണക്ഷൻസ്, അതായത് ഫ്ലൈറ്റ് എടുക്കാനും വേണ്ടിയിട്ടാണ് 2 ട്രാക്കുകളാണ് ഇവിടെ ഉള്ളത്. ട്രാക്ക് കണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഇപ്പോഴും നല്ല രസമുണ്ടെന്ന് പറയുമ്പോ ബോറിംഗ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, ശീലിച്ചു പോയി. ലുഫ്താവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ലുഫ്താവൻ മെട്രോ. അപ്പൊ എയർപോർട്ട് ആൻഡ് മെട്രോ. അപ്പൊ ലുഫ്താവന്റെ അർത്ഥം എയർപോർട്ട് ആണെന്ന് എനിക്ക് അറിയാൻ കേട്ടാ. ഐ എം ഇന്റലിജന്റ്. ലുഫ്റ്റ് ജർമ്മനിയിൽ സെയിം ആണ്. അപ്പൊ ലുഫ്താൻസയോ? ലുഫ്താൻസ ഒരു കമ്പനിയാണ്. കമ്പനിയാ? അപ്പൊ മീനിങ് ഒന്നും ഇല്ല അല്ലെ. ഈ വരുന്ന ഐറ്റത്തിലാണല്ലോ, ഇതാണ് നമ്മുടെ ഡെൻമാർക്കിലെ DSB എന്ന് പറയുന്ന ഈ മെട്രോ. ഇതിലാണ് നമുക്ക് സിറ്റി സെൻറ്ററിലേക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഒരു മാക്സിമം ഒരു ഹാഫ് ആൻ അവർ അത്രയേ ഉള്ളൂ ജേർണി എന്ന് പറയുന്നത്. പിന്നെ ഈ സിറ്റി സെൻറ്റർ എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുകൊണ്ട് പറയണം. അതായത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിറ്റിയുടെയും മെയിൻ ആയിട്ടുള്ളൊരു, അതായത് നമ്മൾ ഹബ്ബ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഈ സിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ. ഇത് സിറ്റി സെൻറ്ററിലേക്ക് മാത്രമല്ല, അവിടുന്ന് പല കണക്ഷനിലേക്കും അതുപോലെ തന്നെ ഇങ്ങോട്ട് എയർപോർട്ടിലേക്കും വരാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിൻ ഉള്ളത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, കുറച്ച് പേര് എയർപോർട്ടിലേക്ക് പോയി. ഇനി ഇതാ കുറച്ച് പേര് അവിടുന്ന് പല കണക്ഷൻസിന് വേണ്ടിയിട്ടും പോകുന്നവരുണ്ട്. ഈ ട്രെയിൻ മെയിനായിട്ട് വേറെ ഏതൊരു സ്ഥലത്തേക്ക് വരെ പോകേണ്ടതാണ്. അവിടെ നമുക്ക് സ്ട്രോളറും അതുപോലെ വീൽ ചെയറും സൈക്കിളൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളാണത്. ഇനി നമുക്ക് നമ്മുടെ സീറ്റിലേക്ക് പോവാം. ഇവിടെയാണ് നമ്മൾ ഇരിക്കാനായിട്ട് പോകുന്നത്. ഇനി ഓരോ സീറ്റിനും അതിൻ്റേതായുള്ള ഡെസിഗ്നേറ്റഡ് നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബാഗൊക്കെ വെക്കാനുള്ള സ്ഥലം, ഈവൻ വലിയ വലിയ ബാഗേജൊക്കെ ആണെങ്കിൽ താഴെയും അതിന് വെക്കാനുള്ള സ്റ്റോറേജുകളും ഉണ്ട്. സീറ്റിൻ്റെ മേലായിട്ട് നോക്കിയപ്പോഴേ ഇതുപോലെ പ്ലേ ബട്ടണുകളും അതുപോലെ തന്നെ അതിൻ്റെ വോളിയം ബട്ടണുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ എന്ത് പാട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരിക എന്നുള്ളതും എനിക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ ഹെഡ് റെസ്റ്റുകളുണ്ട്. അതിൻ്റെ ഈ സീറ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് അതിനുള്ള ചാർജറുകളും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതിൽ അത്യാവശ്യത്തിനുള്ള ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ. നേരത്തെ കണ്ടില്ലേ എൻ്റെ ഭർത്താവ് വിശാലമായി കാലും നീട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സിറ്റി സെൻറ്റർ വന്നിറങ്ങി. ഇതിൻ്റെ ഉൾഭാഗം കണ്ടിട്ട് എനിക്ക് നമ്മളേതോ ഹാരി പോട്ടർ മൂവിയിൽ വന്നിറങ്ങിയ പോലെയാണോ എന്ന് എനിക്കൊരു തോന്നൽ. അപ്പോഴാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞത് ഹാരി പോട്ടർ എല്ലാം മണ്ടി ഇതൊരു എന്താ പറയുക ഓക്സ്ഫോർഡ് സ്റ്റൈലാണ് എന്നുള്ളത് പറഞ്ഞു. നമുക്കിതൊന്നും അറിയാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു.
സിറ്റി സെൻറ്റർ ഇറങ്ങിയിട്ടുള്ള ഉള്ളിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ഓരോ ചെറിയ കാര്യങ്ങൾ പോലും എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചു. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ നോക്കി പോസ്റ്റ് അടിച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെയുടെ വികാരം മാനിച്ചുകൊണ്ട് നമ്മൾ വിചാരിച്ചു ശരി എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂമിൽ പോയിട്ട് പിന്നെ തിരിച്ച് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാമെന്ന്. ഇതാണ് നമ്മുടെ കോപ്പൻഹാഗൻ മെട്രോ സ്റ്റേഷൻ. ട്രാവലിങ്ങും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുക പറഞ്ഞാൽ അതെന്നും എന്നെ ഹരം കൊള്ളിക്കുന്നതായിരിക്കും. അതാണ് ആ മുഖത്താ ചിരി. നമ്മളുടെ കഴിഞ്ഞാൽ അവിടെ ഒരു ഡോമുണ്ട്, പക്ഷെ അത് എന്തിൻ്റെയാന്ന് അറിയില്ല. ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. അല്ലോ ഇവിടുത്തെ ആൾക്കാർ മറ്റേ ആംസ്റ്റർഡാമിലെ പോലെ മറ്റേ സൈക്കിള് കുറെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. കുറേ സൈക്കിള് ഇവിടെ നിരത്തി നിർത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ, അങ്ങ് 2 സൈക്കിളുകൾ. ഇതെന്ത് ഈ രഹസ്യം പറഞ്ഞു പോകണമെന്നല്ല നിങ്ങൾ ഈ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഓരോ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറഞ്ഞ് നടക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. പുറമേ നിന്ന് നോക്കുമ്പോൾ പലർക്കും ഞങ്ങൾ അടി കൂടുന്നതായിട്ട് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ കൂടിയും പക്ഷെ സത്യത്തിൽ അതല്ല കേട്ടോ. ഒരുപാട് സ്നേഹിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും റോസ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള 2 പേര് തമ്മിൽ കൂടിയാൽ എങ്ങനെ ഉണ്ടാവും, അതാണിത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടൽ റൂം കണ്ടുപിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ബിൽഡിങ്ങുകളുണ്ട്. ഒരൊറ്റ വലിയൊരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് മൊത്തം. കണ്ട, പിന്നെ ആ ഭാഗത്തൊക്കെ ആ സിനിമയിലെ കാണുന്ന പോലത്തെ ബിൽഡിങ്ങുകളില്ലേ, അതുപോലത്തെ കുറെ ബിൽഡിങ്ങുകൾ. സംഭവം നൈസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ ആൻസ്കർ. ഇതധികം ദൂരമില്ല റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന്. കഷ്ടിച്ച് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി. ഇതതിൻ്റെ ഉൾഭാഗമാണ്. നല്ലൊരു റിസപ്ഷനിസ്റ്റുകളായിരുന്നു ഇവിടെയുള്ള എല്ലാവരും തന്നെ. നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. ഇതതിൻ്റെ ഉള്ളിലുള്ള ഓരോ പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റും ഉണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു പുറത്ത് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ തണുപ്പായതുകൊണ്ട് നമുക്കതിനുള്ള സാഹചര്യം അവിടെ ഇപ്പോൾ ഇല്ല. നമ്മൾ പോയ സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് റൂമിൻ്റെ കീ ഒക്കെ വാങ്ങിച്ച് റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ റൂമിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെയുള്ള വിൻഡോ എന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ താഴെ കണ്ടില്ലേ ഒരു റെസ്റ്റോറൻറ്റ് താഴെ പുറത്തിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞത്, അതിൻ്റെ ഒരു മേൽവശത്തുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്ന വ്യൂ നമ്മുടെ വിൻഡോൻ്റെ മേലെ നിന്ന്. മാത്രയാണെന്നും പറഞ്ഞിട്ട് കവർ തുറന്ന് നോക്കി എൻ്റെ ഭർത്താവ് ഞെട്ടിപ്പോയി. മക്കളെ ഞെട്ടിപ്പോയി. ഞെട്ടാൻ മാത്രമൊന്നുമില്ല. ആദ്യത്തെ പാട്ടിൽ ഞാനൊരു കാര്യം കാണിച്ചായിരുന്നു. അതായത് കുറച്ച് വാച്ചുകൾ നമ്മൾ എയർപോർട്ടിൽ നോക്കിയത്. കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് ഭർത്താവിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അവിടുന്ന് ഒരു വാച്ച് വാങ്ങിച്ചതിൻ്റെ ഒരു കോലാഹലമാണ് ഈ കണ്ടത്. വളരെ അൺറൊമാൻറ്റിക്കായ ഭാര്യയിൽ നിന്നും ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള ഭർത്താവിന് കൊടുത്ത സർപ്രൈസ് ഗിഫ്റ്റോട് കൂടിയിട്ടുള്ള പല ക്ലിപ്സുകളും പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് തെറ്റിപ്പോയി മക്കളെ, തെറ്റിപ്പോയി. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഇതാണ് അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ പുറത്തുള്ള വ്യൂസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു ഹോട്ടലാണ് കേട്ടോ. ആ ഹോട്ടലൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അവർ ആ പുല്ലൊക്കെ വെച്ച് അങ്ങനെ വളർത്തിയെടുത്തിട്ടുള്ളതെന്ന് കണ്ടില്ലേ. പിന്നെ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ ഹോട്ടൽ കണ്ടത്. താൽക്കാലികമായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് കയറിപ്പോയ ഈ റെസ്റ്റോറൻറ്റ് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു ഗൈസ്. അതായത് അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എല്ലാം വിൻറ്റേജ് സംഭവങ്ങളായിരുന്നു എല്ലാം എന്ന് പറയുന്നത്. ഈ ഇരിക്കുന്ന കപ്പ് കണ്ടോ, അതുവരെ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. അത്രയും വിൻറ്റേജ് ആയിട്ട് എന്തൊക്കെ അവിടെ ചേർക്കാമോ അതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ കോഫി ബീൻസ് ആണ് കേട്ടോ ഈ ടേബിളിൻ്റെ മേലുള്ളത്. പിന്നെ എൻ്റെ ഭർത്താവ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അതിവിടുത്തെ മെനു ആണ്. ആ ഇരിക്കുന്ന വിൻറ്റേജ് ക്ലോക്കും അതുപോലെ തന്നെ മേലത്തെ കണ്ടോ ഓരോ പൈപ്പാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കൺസ്ട്രക്ഷൻ്റെ ആ ഉള്ളിലും അവർ അത്രയും
പുല്ലും അതും ഇതും പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് കണ്ടോ നിങ്ങൾ? നമ്മളാണ് കോഫി ഷോപ്പിലെ നമ്മള് എക്സാമിന് വരില്ലേ, അതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതാണോ ടു ഫെലാസ്? അതെയോ? ഇതാ ഇതാ ഗ്ലൂട്ടൻ ഫ്രീ ചൂസ് ഫ്രൈഡ് എഗ് ട്യൂണ. ഇത് റെഡ്, ഇത് ഫ്രൈഡ് എഗ്. അതെയോ? ശരി. ജ്യൂസ് വേണേ? പണ്ട് പഠിച്ചിരുന്ന സമയത്ത് എക്സാം എഴുതിയതൊക്കെ ഓർമ്മ വന്നു. ഇത് മെനു കണ്ടൊക്കെ കേട്ടോ. അങ്ങനെ ഭർത്താവ് അത് റിസപ്ഷനിൽ കൊണ്ടുകൊടുക്കാൻ പോയി. അപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്നുകൂടി കണ്ടത്. ഈ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടത്. അതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് പഴയ വിൻറ്റേജ് 8mm 1 ഹാൻഡഡ് വീഡിയോ ക്യാമറാസാണ് ഈ ഇരിക്കുന്നത് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ വലിയൊരു കണ്ണാടി, അതിൽ ഞാനാണ് കേട്ടോ. പിന്നെ വലിയൊരു ക്യാൻഡിൽസൊക്കെ വെക്കാനുള്ള സംഭവങ്ങളും. പിന്നെ ഈ ഇരിക്കുന്നത് ചാക്കാണ്. ഇതാണ് ഇവരിവിടുത്തെ ഡോറായിട്ട് അവർ വെച്ചിരിക്കുന്നത്. എല്ലാത്തിലും ഓരോ വിൻറ്റേജ് ആയിട്ടുള്ളൊരു സിഗ്നേച്ചർ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മേലെ കുറേ കപ്പുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ കണ്ടില്ലേ കുറേ ചിമ്മിണി പോലത്തെ സംഭവങ്ങൾ, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ അവർ ഈ ഒരു ചെറിയൊരു കടയിൽ എത്രയൊക്കെ വിൻറ്റേജ് സംഭവങ്ങൾ അവർക്ക് കയറ്റാൻ പറ്റുമോ അതൊക്കെ അവർ കയറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല കുറേ കോട്ടുകൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അവർ എഴുതി വെച്ചിട്ടുമുണ്ട്. പിന്നെ ടോയ്ലറ്റ്, അതുപോലെ തന്നെ ഫ്രീ വൈഫൈ, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും തന്നെ ഈ ചെറിയ കടയിലുണ്ട്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഈ സംഭവം എൻ്റെ കണ്ണിൽ പെട്ടത്. ഇത് ടേബിൾ അവർ മറ്റേ ഇഷ്ടിക കഷ്ണങ്ങളൊക്കെ വെച്ച് വെറും ഒരു മരത്തിൻ്റെ മേലിൽ വെറുതെ വെച്ചിരിക്കുന്ന ഒരു സംഭവം മാത്രമാണ്. പിന്നെ കുറേ ടൈപ്പ് റൈറ്റേഴ്സും അങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങളും. ഇവിടെ വല്ല എന്താ പറയുക ലവേഴ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, കപ്പിൾസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമായിട്ടൊരു ചെറിയൊരു പോർഷൻ, അതുപോലെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. നല്ല എന്താ പറയുക തീരെ മതിയാവാത്തൊരു കടയായി പോയത്. ഈ കടയിലെ ചേട്ടൻ എന്തായാലും സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെ കേട്ടോ. ഇവിടുത്തെ ഓരോ പെയിൻറ്റ് പോലും അതെങ്ങനെ ചെയ്യണം, എന്താക്കണം, അതൊക്കെ കണ്ടില്ല. അതൊക്കെ ഒരു ഡോറ് പോലെ അവർ വെച്ചിരിക്കുന്നത്. ഓരോ സംഭവങ്ങളും ആ ചേട്ടൻ തെരഞ്ഞെടുത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും എന്താ പറയുക അത്രയും യുണീക്കായിട്ടുള്ള ഓരോരോ സംഭവങ്ങളായിരുന്നു ഈ കടയുടെ ഉള്ളിൽ. അത്രയും വിൻറ്റേജ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. എത്ര കണ്ടിട്ടും കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞില്ലേ, പക്ഷേ അത് കണ്ണെടുത്ത് പോയി കഴിച്ച് എൻ്റെ ഫുഡ് വന്നപ്പോഴേക്കും. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതെൻ്റെ ഭർത്താവ് ഓർഡർ ചെയ്തതായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേറൊന്നും നോക്കിയില്ല, മണമണാന്നടിച്ചു. റെസ്റ്റോറൻറ്റ് ഓരോ മുക്കും മൂലയും കണ്ട സ്ഥിതിക്ക് പിന്നെ ടോയ്ലറ്റും കൂടി ഒന്ന് കയറി കാണാമെന്ന് ചോദിച്ചു. ഇതാണ് ടോയ്ലറ്റിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഭയങ്കര ഇന്നോവേറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോ ഭാഗത്തും പല പല കോട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇന്നോവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഞാൻ ഇന്നേ വരെ കാണാത്തൊരു സംഭവം, വേറെ എവിടെയും ഞാൻ ഇന്നേ വരെ കാണാത്തൊരു സംഭവം എന്ന് ഞാൻ കണ്ടത്, ഒരു ബാസ്ക്കറ്റ് നിറയെ അവരവിടെ കുറേ സാനിറ്ററി പാഡുകളും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ഏതെങ്കിലും സ്ത്രീകൾക്ക് അവിടെ വരുമ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതുപോലെ കണ്ട പല ഇന്നോവേറ്റീവായിട്ടുള്ള പല കോട്ടുകളും അവിടെ അതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്കിതൊക്കെ കണ്ടപ്പോൾ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു, പക്ഷെ ഒന്നും നല്ലതല്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇന്ന് ഇവിടുത്തെ ഈ പാട്ട് തീരാണ്. അടുത്ത പാട്ടിൽ അപ്പോൾ വീണ്ടും പാക്കും വരയ്ക്കും സന്ധിക്കലാം.